പൂച്ചകൾ വീടിന്റെ സ്വന്തം രാജാക്കന്മാരും രഹസ്യവേട്ടക്കാരും. ഫെലിസ് കാറ്റസ് വാത്സല്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകം. ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ സ്കിൽ മൈൻഡ്സിലേക്കുള്ള ലിങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ ഓമനിച്ചു വളർത്തുന്ന ഒരു ജീവിയെക്കുറിച്ചാണ്, നമ്മുടെ പ്രിയപ്പെട്ട പൂച്ചയെപ്പറ്റി. സ്നേഹവും സ്വാതന്ത്ര്യവും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മൃഗത്തിന്റെ കഥയും ശാസ്ത്രീയമായ പ്രത്യേകതകളും കൗതുകകരമായ വസ്തുതകളും നമുക്ക് തേടിപ്പോകാം. പൂച്ചകൾ. ആരാണ് ഈ താരം? അടിസ്ഥാന വിവരങ്ങൾ. വീട്ടിൽ വളർത്തുന്ന പൂച്ചകളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇതാ. ശാസ്ത്രീയ നാമം. വളർത്തുപൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് കാറ്റസ് അല്ലെങ്കിൽ ഫെലിസ് സിൽവസ്ട്രസ് കാറ്റസ് എന്നാണ്. ഫെലിസ് എന്ന വാക്കിന് പൂച്ച എന്നും കേറ്റസ് എന്ന വാക്കിന് വളർത്തുമൃഗം എന്നും അർത്ഥം വരുന്നു. ജന്മസ്ഥലം. വളർത്തുപൂച്ചകളുടെ പൂർവികൻ ആഫ്രിക്കൻ വൈൽഡ് കാറ്റാണ്. ഇവയുടെ ആദ്യത്തെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്നത് മധ്യപൂർവ്വ ദേശത്തെ ഫേറ്റൽ ക്രസൻ പ്രദേശമാണ്. വളർത്തുമൃഗമായ വഴി. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് കൃഷിയിടങ്ങളിലെ എലികളെ വേട്ടയാടാനായി കാട്ടുപൂച്ചകൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ക്രമേണ വളർത്തുപൂച്ചകളായി മാറുകയും ചെയ്തു. പൂച്ച എന്ന പേര് വന്ന വഴി. ലോകമെമ്പാടുമുള്ള പൂച്ചയുടെ പേരുകൾക്ക് ആഫ്രിക്കൻ ഉത്ഭവമുണ്ട് എന്നാണ് ഗവേഷകർ കരുതുന്നത്. കാറ്റ് എന്ന വാക്ക് ലാറ്റിൻ വാക്കായ കാറ്റസിൽ നിന്നും അതൊരു ആഫ്രിക്കൻ ഭാഷയിൽ, ഉദാഹരണത്തിന് ന്യൂബിയൻ ഭാഷയിലെ കാട്ടുപൂച്ച എന്ന അർത്ഥം വരുന്ന ഖദ്ദിസ്കയിൽ നിന്നും വന്നതാകാം എന്ന് കരുതപ്പെടുന്നു. പൂച്ചകളുടെ ശരീരഘടനയുടെ അത്ഭുതം. പൂച്ചകളെ മികച്ച വേട്ടക്കാരാക്കുന്ന ചില പ്രത്യേകതകൾ. പേശിബലം. പൂച്ചകൾക്ക് അവയുടെ ഉയരത്തിന്റെ 5 ഇരട്ടിയോളം ഉയരത്തിൽ ചാടാൻ കഴിയും. കൂർത്ത കേൾവി. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത്ര ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ, എലികളുണ്ടാക്കുന്ന ശബ്ദം പോലെ കേൾക്കാൻ പൂച്ചകൾക്ക് കഴിയും. കണ്ണുകൾ. പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ മികച്ച രാത്രി കാഴ്ചയുണ്ട്. മീശ. മീശകൾ വെറും രോമങ്ങളല്ല, അവ വളരെ സെൻസിറ്റീവായ സെൻസറുകളാണ്. ഇവ ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങളും ഇരകളുടെ സ്ഥാനവും പൂച്ചകൾ മനസ്സിലാക്കുന്നു. പൂച്ചകളുടെ സ്വഭാവ സവിശേഷതകൾ. ഉറക്കം. പൂച്ചകൾ ഒരു ദിവസം ശരാശരി 13 മുതൽ 16 മണിക്കൂർ വരെ ഉറങ്ങുന്നു. അതായത് അവയുടെ ജീവിതത്തിന്റെ ഏകദേശം 70% ഉറക്കത്തിലാണ്. മാംസഭോജികൾ. പൂച്ചകൾ കർശനമായി മാംസഭോജികളാണ്. അവയ്ക്ക് അതിജീവനത്തിനായി മാംസത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ ആവശ്യമാണ്. 1. ആശയവിനിമയം. ശബ്ദങ്ങളും ഭാഷയും. പൂച്ചകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? മ്യാവു. പൂച്ചകൾ സാധാരണയായി മറ്റ് പൂച്ചകളോട് സംസാരിക്കാൻ മ്യാവു ഉപയോഗിക്കാറില്ല. മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി അവർ വികസിപ്പിച്ചെടുത്ത ഒരു ശബ്ദമാണിത്. പറിങ്. മുരൾച്ച പോലെ തോന്നുന്ന ഈ ശബ്ദം ഏകദേശം 25 മുതൽ 150 Hz വരെ ഫ്രീക്വൻസിയിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ മാത്രമല്ല, പൂച്ചകൾക്ക് വേദന കുറയ്ക്കാനും എല്ലുകൾക്ക് ബലം നൽകാനും ഈ പ്രത്യേക ഫ്രീക്വൻസി സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. വാൽ. പൂച്ചയുടെ വാൽ അവയുടെ മാനസികാവസ്ഥയുടെ ബാരോമീറ്ററാണ്. വാൽ ഉയർത്തിപ്പിടിക്കുന്നത് സന്തോഷവും വിശ്വാസവും സൂചിപ്പിക്കുന്നു. വാൽ താഴ്ത്തി വശങ്ങളിലേക്ക് അടിക്കുന്നത് ദേഷ്യമോ ഭയമോ സൂചിപ്പിക്കുന്നു. 2. അസാധാരണമായ സംവേദന ശക്തികൾ. പൂച്ചകളുടെ സൂപ്പർ പവർ. ഗന്ധം. പൂച്ചകൾക്ക് മനുഷ്യരെക്കാൾ 14 ഇരട്ടി വരെ ഗന്ധം തിരിച്ചറിയാൻ കഴിയും. അഡീഷണൽ മൂക്ക്. പൂച്ചകൾക്ക് അവയുടെ വായിൽ വോമറോനാസൽ ഓർഗൻ എന്നൊരു പ്രത്യേക അവയവമുണ്ട്. ചില പ്രത്യേക ഗന്ധങ്ങളെ, ഫെറോമോണുകൾ രുചിക്കാൻ വേണ്ടി പൂച്ചകൾ വായ തുറന്നു നിൽക്കാറുണ്ട്. ഇതിന് ഫ്ലെഹ്മൻ പ്രതികരണം എന്ന് പറയുന്നു. പാദങ്ങൾ. സാധാരണയായി പൂച്ചകൾക്ക് മുൻകാലുകളിൽ 5 വിരലുകളും പിന്നിലെ കാലുകളിൽ 4 വിരലുകളുമാണ് ഉണ്ടാവാറ്. ആകെ 18. കൂടുതൽ വിരലുകളുള്ള പൂച്ചകളെ പോളിഡാക്റ്റിൽ പൂച്ചകൾ എന്ന് വിളിക്കുന്നു. 3. വ്യക്തിഗത ശീലങ്ങൾ. ഉണർവ് സമയം. പൂച്ചകൾ സാധാരണയായി ക്രപ്പസ്കുലാർ ജീവികളാണ്, അതായത് പ്രഭാതത്തിലും സന്ധ്യയിലുമാണ് ഇവർ ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്നത്. ടോയ്ലറ്റ് ശീലം. പൂച്ചകൾ അവയുടെ വിസർജ്യം മണ്ണിട്ട് മൂടുന്നത് ഒരു സംരക്ഷണ തന്ത്രമാണ്. കാട്ടി ദുർബലരായ പൂച്ചകൾ അവയുടെ ഗന്ധം ശക്തരായ ശത്രുക്കളിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെറ്റിയുരസൽ. ഒരു പൂച്ച നിങ്ങളുടെ ശരീരത്തിൽ നെറ്റിയുരസുന്നത് സ്നേഹത്തിന്റെ പരമമായ സൂചനയാണ്. ഈ പ്രവൃത്തിയിലൂടെ അവയുടെ തലയിലെ ഗ്രന്ഥികളിൽ നിന്നുള്ള ഫെറോമോണുകൾ നിങ്ങളുടെ മേൽ പുരട്ടുകയും ഇത് എന്റെ മനുഷ്യനാണ് എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. പൂച്ചകൾക്ക് അവയുടെ പൂർവികരായ വന്യമൃഗങ്ങളുടെ പുലി, കടുവ പോലുള്ളവ ജനിതക ഘടനയുടെ 95.6% വരെ പങ്കിടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഈ അത്ഭുത ജീവിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഡോക്ടർ സ്കിൽ മൈൻഡ്സിലേക്കുള്ള ലിങ്ക് ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. സ്മാർട്ട് എഡ്യൂക്കേഷൻ സ്കിൽസ്.